അഡ്വക്കേറ്റ് കെ അനിൽകുമാർ, തിരുവനന്തപുരം മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ടൊരു വിവാദം വലിയ തോതിൽ കത്തി നിൽക്കുമ്പോഴാണ് ഏറ്റവും ദൗർഭാഗ്യകരമായ ഒരു സംഭവം കോട്ടയം മെഡിക്കൽ കോളേജിൽ ഉണ്ടാകുന്നത്. ആരോഗ്യമന്ത്രിയുടെ രാജി എന്നുള്ളതാണ് പ്രതിപക്ഷം ഒന്നടങ്കം ആവശ്യപ്പെടുന്നത്. മെഡിക്കൽ കോളേജുകളിലെ പ്രശ്നങ്ങൾ, ഭരണനിർവഹണവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന കെടുകാര്യസ്ഥതകൾ, ഇതൊക്കെ ചൂണ്ടിക്കാണിക്കപ്പെടുകയാണ്. ആരോഗ്യമന്ത്രിയുടെ രാജി എന്നുള്ള പ്രതിപക്ഷ ആവശ്യത്തോടുള്ള സർക്കാരിന്റെ, പാർട്ടിയുടെ പ്രതികരണം എന്താണ്? 60 കൊല്ലം പഴക്കമുള്ളൊരു കെട്ടിടം ജീർണാവസ്ഥയിലാണ്. അതുകൊണ്ട് അത് ഉപയോഗിക്കാൻ പാടില്ല എന്ന് 2013 ബഹുമാനപ്പെട്ട ചാണ്ടിയുമ്മൻ്റെ അഭിവന്ദ്യ പിതാവ് കേരളം ഭരിക്കുമ്പോഴാണ് ഒരു റിപ്പോർട്ട് ആരോഗ്യവകുപ്പിൽ കിട്ടിയത്, പൊതുമരാമത്ത് വകുപ്പിൽ നിന്നും. 3 കൊല്ലം പിന്നീട് അധികാരത്തിൽ ഇരുന്നിട്ടും ഉമ്മൻചാണ്ടി സർക്കാർ അതിൽ അടങ്ങിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മെഡിക്കൽ കോളേജിന് അവിടുത്തെ എല്ലാ കെട്ടിടങ്ങളും നവീകരിക്കുന്നതിലേക്ക് പണം എത്തിക്കുക എന്നുള്ളതായിരുന്നു 9 കൊല്ലക്കാലത്തെ ഇടതുപക്ഷ ജനാധിപത്യ സർക്കാരിൻ്റെ ദൗത്യം. ആദ്യ പിണറായി സർക്കാർ 200 കോടി രൂപയുടെ വികസനമാണ് അവിടെ നടപ്പാക്കിയത്. രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് ഏതാണ്ട് 600 കോടിയിൽ താഴെ രൂപയുടെ വികസന പദ്ധതികൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഒരു സർജിക്കൽ ബ്ലോക്കിലെ അതിനോട് അനുബന്ധമായി നിർമ്മിക്കപ്പെട്ട പഴയ ഒരു ബാത്റൂം സമുച്ചയമാണ്, ശുചിമുറി സമുച്ചയമാണ് തകർന്നു വീണത്. നമ്മൾ കണ്ണുള്ളവരാരെങ്കിലും കാണുകയാണെങ്കിൽ 10, 11, 14 വാർഡുകളാണ് അവിടെ ഉള്ളത്. അതിൻ്റെ ബാത്റൂം കോംപ്ലക്സാണ് തകർന്നു വീണത്. അതിലേറ്റവും മുകളിലത്തെ നിലയിൽ 10ാം നമ്പറുള്ള കെട്ടിടമാണെന്ന് തോന്നുന്നു. അതിനോടനുബന്ധിച്ച ബാത്റൂമിലേക്ക് പോയ പാവപ്പെട്ട ഒരു വീട്ടമ്മയാണ് ബിന്ദു. അവരാണ് ദാരുണമായ മരണത്തിൽപ്പെട്ടുപോയത്, അപകടത്തിൽപ്പെട്ടുപോയത്. പക്ഷേ അതിന് തൊട്ട് താഴെ 2 ബാത്റൂംസ് ഉണ്ടായിരുന്നു. ആ ഓരോ 14നും 11നും അതിന് ബാത്റൂംസ് ഉണ്ടായിരുന്നു. അതാരും ഉപയോഗിക്കുന്നുണ്ടായിരുന്നില്ല. അത് ഉപയോഗിക്കുന്നുണ്ടായിരുന്നെങ്കിൽ വളരെ ഗുരുതരമായ സാഹചര്യമായിരുന്നു അവിടെ ഉണ്ടാകുമായിരുന്നത്. അപ്പോൾ എന്തുകൊണ്ട് അത് ഉപയോഗിക്കുന്നില്ല? മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഡോക്ടർ ജയകുമാർ പറഞ്ഞു, മുമ്പ് തന്നെ ഈ 10, 14 വാർഡുകളടക്കമുള്ള ഈ 3 നിലകളിലുള്ള കെട്ടിടത്തിന് ടൈൽസൊക്കെ ഇട്ട് പുതിയ ബാത്റൂമുകൾ നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട്. അതോടുകൂടി ഈ ബാത്റൂം കോംപ്ലക്സ് ഉപയോഗിക്കേണ്ടതില്ല എന്ന് സീൽ ചെയ്തിരിക്കുകയായിരുന്നു. പക്ഷേ ഏറ്റവും മുകളിലത്തെ നിലയിൽ ഉണ്ടായിരുന്ന ഈ ബാത്റൂം അവിടെ ആളുകൾ ഉപയോഗിക്കാൻ ഇടവന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അക്കാര്യത്തിൽ അവിടെ കൈകാര്യം ചെയ്ത ആളുകൾ ചിലപ്പോൾ ശ്രദ്ധക്കുറവുണ്ടാവാം, അതിൻ്റെ ഗൗരവം മനസ്സിലാക്കാത്തതുകൊണ്ടാവാം, അത് ഉപയോഗിക്കാൻ ഇടവന്ന ദാരുണമായൊരു അനുഭവം ആ വീട്ടമ്മയ്ക്കുണ്ടായി. ആ കുടുംബത്തിന് പറഞ്ഞറിയിക്കാനാവാത്ത നഷ്ടമാണ്, ആ കുടുംബത്തിന്റെ നട്ടല്ലെന്ന് പറയാവുന്ന നഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത്. ചാണ്ടിയുമ്മന്റെ അഭിവന്ദ്യ പിതാവ് 2013 ഇതിന്റെ ഫിറ്റ്നസുമായി ബന്ധപ്പെട്ട ഉള്ള പ്രശ്നം ഉണ്ടായതിനു ശേഷം 3 വർഷം കേരളം ഭരിച്ചു, യാഥാർത്ഥ്യമാണ്. പക്ഷേ 2023 ജൂലൈ 18 അദ്ദേഹം മരിച്ചുപോയി. ഇനി അദ്ദേഹത്തിന് രാജിവെക്കാൻ കഴിയില്ല. കഴിഞ്ഞ 9 വർഷമായിട്ട് ഈ സംസ്ഥാനത്ത് ഒരു സർക്കാർ അധികാരത്തിലുണ്ട്. 3 വർഷം വെറുതെ ഇരുന്നതിനെ കുറ്റം പറയുമ്പോൾ 9 വർഷമായി അധികാരത്തിലിരുന്ന ഒരു സർക്കാർ, അതിന്റെ പിന്നാലെ ഈ കെട്ടിടം ഇടിഞ്ഞു വീണ ഒരു സാധു സ്ത്രീ മരിച്ചു പോയതിന് പിന്നാലെ ഇനി ഉമ്മൻചാണ്ടി കുറ്റം പറയുന്നത് പര്യാപ്തമാണോ? അല്ല, ഞങ്ങൾ കുറ്റം പറഞ്ഞില്ല. അവിടെ ഒരു മെഡിക്കൽ കോളേജിനകത്ത് 9 കൊല്ലത്തിനിടയിൽ 1ഉം 2ഉം പിണറായി സർക്കാരുകൾ 900 കോടി രൂപയുടെ 800 കോടി രൂപയുടെ ഫണ്ട് അനുവദിച്ച് നിർമ്മാണം നടക്കുന്നു. അവിടുത്തെ പുതിയ OP ബ്ലോക്ക് കാണാൻ നിങ്ങളുടെ കോട്ടയത്തെ മാതൃഭൂമി പ്രവർത്തകരോട് ഞാൻ അപേക്ഷിക്കുന്നു. അതുപോലെ തന്നെ ഇപ്പം തന്നെ ഈ 3 കെട്ടിട മുറികൾ ആ പറയുന്ന 3 വാർഡുകൾ അവിടുന്ന് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ പുതുതായി ഇവിടെ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള 8 നിലയുള്ള സർജിക്കൽ ബ്ലോക്ക് കാണാൻ ഞാൻ അപേക്ഷിക്കുന്നു. അവിടെ 2 നില തന്നെ പൂർണ്ണമായിട്ടും അവിടെ സർജറിക്ക് മാറ്റിവെച്ചിരിക്കുന്നു. ഏറ്റവും ശീതീകരിച്ച, ഏറ്റവും മെച്ചപ്പെട്ട നിലയിലുള്ള മെഡിക്കൽ കോളേജിലോ സംസ്ഥാനത്തെ മറ്റ് മെഡിക്കൽ കോളേജുകളിലോ മറ്റ് ആരോഗ്യ സംവിധാനങ്ങളിലോ യാതൊരു തരത്തിലുള്ള മുന്നോട്ട് പോക്കുമില്ല എന്നും അവിടെ ഒന്നും വികസനം വന്നിട്ടില്ല എന്നൊന്നും ഞാൻ ആരോപിക്കുന്നില്ല. അത്തരം ആരോപണങ്ങൾ എന്ന് പറയുന്നത് മറ്റുള്ളവർ ആരെങ്കിലും ഉന്നയിക്കുന്നുണ്ടെങ്കിൽ അങ്ങേക്ക് അതിന് രാഷ്ട്രീയമായി മറുപടി പറയുകയും ചെയ്യാം. പക്ഷേ ഇതിന്റെ പ്രശ്നം അവിടെ ഫിറ്റ്നസ് ഇല്ലാത്തൊരു കെട്ടിടം 10-12 വർഷമായിട്ട് നിലനിൽക്കുന്നു. അതിൽ ശരി 3 വർഷം കഴിഞ്ഞ സർക്കാരിൻ്റെതാണ്, അതിനുശേഷമുള്ളത് മുഴുവൻ LDF സർക്കാരിൻ്റെതാണ്. അത് അപകടകരമായ അവസ്ഥയിലാണെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. ആ കെട്ടിടം പൊളിച്ചു മാറ്റേണ്ടതിന്റെ ഉത്തരവാദിത്തം കഴിഞ്ഞ 9 വർഷമായിട്ടെങ്കിലും സംസ്ഥാന സർക്കാരിലാണ്. ഞാൻ അങ്ങോട്ട് ചോദിച്ച ആദ്യത്തെ ചോദ്യം ആരോഗ്യമന്ത്രിയുടെ രാജി എന്ന പ്രതിപക്ഷ ആവശ്യത്തോടുള്ള മറുപടി എന്താണ് എന്നാണ്. നമ്മുടെ കേരളത്തിലൊരു ഗവർണർ 2004
സർക്കാർ ആശുപത്രി പോയിട്ട് അണുബാധ വന്ന് ആശുപത്രിയിൽ നിന്ന് ഇൻഫെക്ഷൻ എടുത്ത് മരിച്ചത് കേരളത്തിൽ കേട്ടിട്ടുണ്ടോ? സിക്കന്ദർ ഭക്ത് ആരായിരുന്നു മുഖ്യമന്ത്രി? ഗവർണർ സർക്കാർ ആശുപത്രിയിലെ വീഴ്ച കൊണ്ട് മരിച്ചിട്ട് മന്ത്രി രാജിവെച്ചോ UDF കാലത്ത്? ഇപ്പം തന്നെ കോട്ടയം നഗരത്തിനകത്ത് കോട്ടയം മുനിസിപ്പാലിറ്റിയുടെ എതിർവശത്തുള്ള ഒരു കെട്ടിടം, മുനിസിപ്പാലിറ്റി കെട്ടിടം, ആ കെട്ടിടത്തിൽ നിന്നും ആ കെട്ടിടത്തിൻ്റെ കോൺക്രീറ്റ് സ്ലാബ് ഇടിഞ്ഞു വീണ് അത് വാടകയ്ക്ക് കൊടുത്തിരുന്ന ലോട്ടറി കടയിലെ ഒരു തൊഴിലാളി മരിക്കുന്നു. നഗരസഭ വാടകയ്ക്ക് കൊടുത്ത കെട്ടിടത്തിലാണ് തൊഴിലാളി മരിക്കുന്നത്. തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് കോട്ടയത്തെ MLA, സമര നേതാക്കന്മാർ 25 കൊല്ലമായിട്ട് UDF ഭരിക്കുന്നൊരു സ്ഥലമാണ്. ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ രാജിവെക്കുക എന്ന് പറയുന്നത് കേരളത്തിലെ പ്രതിപക്ഷം ചെയ്തുകൊണ്ടിരിക്കുന്നൊരു കാര്യമാണ്. അങ്ങനെ എന്ത് സംഭവം ഉണ്ടായപ്പോഴും എപ്പോഴും രാജിവെച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാരമ്പര്യം കോൺഗ്രസിനുണ്ട്. ആ കോൺഗ്രസ്സുകാർ അത്തരം പാരമ്പര്യം പറഞ്ഞുകൊണ്ടിരിക്കും. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യം എന്താണ്? ഇവിടെ ബാത്റൂം കോംപ്ലക്സ് ഒഴികെ 10, 11, 14 വാർഡുകളിൽ ബാത്റൂം കോംപ്ലക്സ് അല്ലാതെ പുതിയ ശുചിമുറികൾ നിർമ്മിച്ചിട്ടുണ്ടോ? 60 കൊല്ലം മുമ്പുള്ള കെട്ടിടമാണ് പൊളിഞ്ഞു വീണത്. നിങ്ങൾ ആ 3 നിലകളിലെ ശുചിമുറികൾ പോയി നോക്കൂ. അവിടെ ടൈൽസ് ഇട്ട ശുചിമുറികൾ കാണാവോ? ഇപ്പോഴും കേടുകൂടാതെ അവിടെ ഉണ്ടല്ലോ. നാളെ രാവിലെ വന്നോളൂ, ഞാൻ കാണിച്ചു തരാം. അവിടെ രോഗികൾക്ക് ഉപയോഗിക്കാൻ വേണ്ടി 10, 11, 14 വാർഡുകളിൽ ശുചിമുറികൾ വൃത്തിയായിട്ടുള്ളതുണ്ട്. അത് പുതുതായി നിർമ്മിക്കപ്പെട്ടതാണ്. അത് സൂപ്രണ്ട് മാധ്യമങ്ങളോട് പറഞ്ഞു. സങ്കടകരമായ കാര്യം മെഡിക്കൽ കോളേജിന്റെ കെട്ടിടത്തിനുള്ളിൽ, ക്യാമ്പസിനുള്ളിൽ മറ്റു പൊതുജനങ്ങൾക്ക് പ്രവേശനമില്ലാത്ത ഒരു കെട്ടിടത്തിലേക്ക് ബിന്ദു അതിക്രമിച്ചു കയറിയതല്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ ഒരു വാദം അങ്ങേക്കുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല, അല്ലെങ്കിൽ വിശ്വസിക്കുന്നില്ല. അവിടെ ആളുകൾ കുളിക്കാനും മറ്റാവശ്യങ്ങൾക്കും വേണ്ടി ചെന്നുകൊണ്ടേയിരുന്നു. അത് അവിടെയുള്ള നടത്തിപ്പുകാരോ സെക്യൂരിറ്റിക്കാരോ അറിഞ്ഞിട്ടില്ല എങ്കിൽ അത് അവരുടെ ഉത്തരവാദിത്തമാണ്. അവിടെ 1, 2, 3, 4, 5, 6, 7, 8, 9, 10 ഈ പറയുന്ന ശുചിമുറികൾ ഉണ്ടായിരിക്കാം. പക്ഷെ അതിന് പര്യാപ്തമായ രീതിയിൽ അത് ഉപയോഗിച്ചാൽ മതിയാവുന്ന തരത്തിലുള്ള ആളുകളല്ല അവിടെ എത്തിച്ചേർന്നത്. അപ്പോൾ ശുചിമുറിയുമായി ബന്ധപ്പെട്ട അപര്യാപ്തത സ്വാഭാവികമായും പൊതു സംവിധാനത്തിൽ ഉണ്ടാകും. അതിന്റെ പരിമിതി നമുക്ക് മനസ്സിലാകും. പക്ഷെ ആ കെട്ടിടം അപകടാവസ്ഥയിലാണെങ്കിൽ അത് പൊളിച്ചു നീക്കേണ്ടത് ആരുടെ ഉത്തരവാദിത്തമാണ് എന്നുള്ളത് നമ്മളുടെ മുന്നിലുള്ള ചോദ്യമാണ്. ഇനി അപകടാവസ്ഥയിലാണെങ്കിൽ അത് പൊളിച്ചു നീക്കാൻ വൈകുന്നുണ്ടെങ്കിൽ, ചുവപ്പ് നാടയിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ടെങ്കിൽ അവിടേക്ക് ആളുകൾ കടന്നു ചെല്ലാതിരിക്കാനുള്ള സംവിധാനമെങ്കിലും ഉണ്ടാക്കി വെക്കുക എന്ന് പറയുന്നത് ആരുടെ ഉത്തരവാദിത്തമാണ് എന്നുള്ള ചോദ്യം നമ്മുടെ മുന്നിലുണ്ടാകും. പിന്നെ കോൺഗ്രസ്സുകാർ ചെയ്യുന്നത് പോലെ തന്നെ ചെയ്യാൻ, ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അതിന് ഉത്തരവാദിത്തം ഏറ്റെടുക്കാതിരിക്കാൻ, അല്ലെങ്കിൽ അതേ രീതി തുടരാൻ വേണ്ടിയിട്ടാണോ നിങ്ങൾ അധികാരത്തിൽ വന്നത്? അതെ, ആണോ? നമ്മുടെ കേരളത്തിലെ സർക്കാർ ആശുപത്രികളൊക്കെ അടച്ചുപൂട്ടിയാൽ കേരളം നന്നാകും. സർക്കാർ സ്കൂളുകളൊക്കെ അടച്ചുപൂട്ടിയാൽ കേരളം നന്നാകും. ഇവിടുത്തെ പെൻഷൻകാരൊക്കെ ചത്തു മലച്ചു പോയാൽ കേരളം നന്നാകും. ഖജനാവ് കാലിയാകാതിരിക്കാൻ പെൻഷൻകാർ പെട്ടെന്ന് ചത്തുപോകണം. ഇങ്ങനെയൊക്കെ ധവളപത്രം ഇറക്കിയ ഒരു ശങ്കരനാരായണനെ ഓർക്കുന്നുണ്ടോ? ഇത് ധവളപത്രത്തിലെ വാചകങ്ങളാണ്. പിണറായി സർക്കാർ അധികാരത്തിൽ കേൾക്കുമ്പോൾ മാലേപ്പറമ്പ് സ്കൂൾ കേട്ടിട്ടുണ്ടോ? വിൽക്കാൻ തീരുമാനിച്ചാണ് ഉമ്മൻചാണ്ടി സർക്കാർ. അവിടുന്ന് കേരളത്തെ കൈപിടിച്ചുയർത്തി ഇന്ന് കാണുന്ന നിലവാരത്തിലേക്ക് വികസിപ്പിച്ചെടുത്തപ്പോൾ അതിൻ്റെ ഭാഗമായി തുടർന്നു വരുന്ന പ്രവർത്തനങ്ങളിൽ പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾ കൂടി പരിഹരിക്കാൻ UDF പഴയ കാലത്തേക്ക് തിരിച്ചു പോകണം. UDF പഴയ കാലമാണോ നല്ലത്? ഞാൻ ചോദിക്കുന്നത്, കേരളം മാറി മാറിയാണ് ഇത്രയും കാലം ഭരിച്ചിട്ടുള്ളത് മുന്നണികൾ. അപ്പോ കഴിഞ്ഞ 10 വർഷം എന്ന് പറയുന്നത് തൊട്ടുതലേ 5 വർഷവുമായി മാത്രം താരതമ്യപ്പെടുത്തുകയാണെങ്കിൽ അതിനു മുമ്പുള്ള VS അച്യുതാനന്ദൻ കാലത്തെ എങ്ങനെ ഈ ഗണത്തിൽപ്പെടുമോ? നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി ഭരിച്ചൊരു സംവിധാനമാണിത്. കഴിഞ്ഞ 9 വർഷമായി ഇവിടെ ഒരു സർക്കാർ സ്ഥിരതയോടെ നിൽക്കുന്നുണ്ട്. അപ്പൊ എങ്ങനെയാണ് തൊട്ടുതലേ സർക്കാർ എന്നുള്ള ഒരൊറ്റ കാരണം മാത്രം പറഞ്ഞുകൊണ്ട് പോകാൻ പറ്റുന്നത്? തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പ്രശ്നമുണ്ടായിട്ടുണ്ടെങ്കിൽ അത് UDF സർക്കാരിന്റെ കാലത്തെ തുടർച്ച, അല്ലാതെ പ്രശ്നമായിട്ടുണ്ടെങ്കിൽ അത് UDF സർക്കാരിന്റെ, കോട്ടയം മെഡിക്കൽ കോളേജിൽ പ്രശ്നമായിട്ടുണ്ടെങ്കിൽ UDF സർക്കാരിന്റെ കാലത്തെ തുടർച്ച. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് മുഴുവൻ ലോക്കപ്പ് പ്രവർത്തനങ്ങളും പിണറായി സർക്കാരിന്റെ ഭൂതാവേശം ഉണ്ടായിരുന്ന സിസ്റ്റത്തിന്റെ പ്രശ്നം. ഈ നിലയ്ക്ക് നിങ്ങൾ ഇനിയിപ്പോ 3.0 എന്നുള്ളതാണല്ലോ മുന്നോട്ട് വെക്കുന്നത്. ഈ നിലയ്ക്കാണെങ്കിൽ ഈ മൂന്നാമത്തെ തവണയും നിങ്ങളെ അധികാരത്തിൽ ഒരു ജനത ഏറ്റുകയാണെങ്കിൽ അത് കഴിഞ്ഞാലും പറയുമോ 15 വർഷം മുമ്പ് ഉമ്മൻചാണ്ടിയല്ലേ ഭരിച്ചതെന്ന്? അത് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ നാരായണത്ത് ഭ്രാന്തൻ്റെ കഥ കേട്ടിട്ടുണ്ടല്ലോ. രാവിലെ തൊട്ട് കല്ലുരുട്ടി കയറ്റും മുകളിലേക്ക്. കല്ല് മുകളിൽ ചെല്ലുമ്പോൾ വൈകുന്നേരം ആകുമ്പോൾ എടുത്ത് തള്ളിയിട്ട് താഴേക്കിട്ട് ചിരിക്കും. ഇതുപോലെ ഞങ്ങൾ കേരളത്തിനകത്ത് വിദ്യാഭ്യാസ മേഖലയിൽ, ആരോഗ്യ മേഖലയിൽ, പൊതുവിടങ്ങളിലൊക്കെ ഞങ്ങൾ വികസിപ്പിച്ചു കൊണ്ടുവന്ന കേരളത്തെ എങ്ങനെയാണ് UDF തകർത്തത്, പൊതുമേഖല വിറ്റത്? കേരളത്തിലെ ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളെ എങ്ങനെയാണ് UDF തകർത്തത്? മാറി മാറി വരുന്ന ഗവൺമെൻറ്റുകൾ ഒരേപോലെയാണോ ഈ ഓരോ മേഖലയിലും പണം നീക്കി വെച്ചത്? ഞാൻ കോൺഗ്രസ്സുകാരെ വെല്ലുവിളിക്കുന്നു.
ആരോഗ്യമന്ത്രി വീണ ജോർജ് ഒരു സംവാദത്തിന് തയ്യാറായി. ഇവർ രാജിവെക്കണമെന്ന് പറയുന്ന മന്ത്രി പ്രതിപക്ഷ നേതാവിനെ സംവാദത്തിന് വിളിച്ചു. ഫസ്റ്റ് പോയിന്റ് എന്താണ്? കഴിഞ്ഞ 25 കൊല്ലക്കാലത്തെ അലോക്കേഷൻ എടുക്കാം, ഓരോ കൊല്ലത്തെ അലോക്കേഷൻ എടുക്കാം, LDFിൻ്റെ കാലത്തെ അലോക്കേഷൻ എടുക്കാം, UDFിൻ്റെ കാലത്തെ അലോക്കേഷൻ എടുക്കാം. എല്ലാ മേഖലകളിലും ഇടതുപക്ഷത്തിൻ്റെ മികവ് ഞങ്ങൾ തെളിയിച്ചത് കാണിച്ചു തരാം. ഇപ്പോൾ അവിടുന്ന് മുന്നോട്ട് പോകുന്നത് ഞങ്ങൾ കാണിച്ചു തരാം. നമ്മുടെ നാട്ടിൽ ദാരുണമായൊരു സംഭവം ഉണ്ടായാൽ അതിൻ്റെ മറവിൽ നിന്നുകൊണ്ട് ഞങ്ങൾ ചെയ്ത എല്ലാ നല്ല കാര്യങ്ങളെയും അടച്ചാക്ഷേപിക്കുക. ഇവിടെ പുതിയ ഡോക്ടർമാരെ നിയമിച്ചിട്ടില്ലേ? നഴ്സുമാരെ നിയമിച്ചിട്ടില്ലേ? എല്ലാ സംഭവങ്ങളും തിരുവനന്തപുരം മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ടായപ്പോൾ മുഖ്യമന്ത്രി അടക്കം പറഞ്ഞു ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉയർത്തി കാണിച്ചുകൊണ്ട് ലോകം ഉറ്റുനോക്കുന്ന നമ്മുടെ ആരോഗ്യരംഗത്തെ അടച്ചാക്ഷേപിക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഇവിടെ തിരുവനന്തപുരം കോട്ടയം മെഡിക്കൽ കോളേജിൽ പ്രശ്നമുണ്ടാകുമ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ ഇടിഞ്ഞു വീണ കെട്ടിടത്തിന് തൊട്ടപ്പുറത്ത് പ്രൈവറ്റ് മേഖലയെ പോലും നാണിപ്പിക്കുന്ന തരത്തിലുള്ള വലിയ വികസനം സാധ്യമായിട്ടുണ്ട്. ആ ഒരൊറ്റ കെട്ടിടം മാത്രമല്ല അവിടെ ഉള്ളത് എന്ന് പറഞ്ഞുകൊണ്ട്, അപ്പോൾ അതും ഒരൊറ്റപ്പെട്ട സംഭവമാണ്. ആ നിലയ്ക്ക് എല്ലാ മേഖലകളിലും നിങ്ങൾ കൈവരിച്ച മുഴുവൻ നേട്ടങ്ങളും അത് അങ്ങനെ തന്നെ ആകട്ടെ. അതിനുവേണ്ടിയാണല്ലോ സർക്കാരിനെ അധികാരത്തിലേറ്റുന്നത് ജനങ്ങൾ. പക്ഷേ അതിനപ്പുറത്ത് എവിടെയെങ്കിലും ഒരു വീഴ്ചയുണ്ടായിട്ടുണ്ടെങ്കിൽ ആ വീഴ്ചയുടെ പേരിൽ ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചോദിക്കാൻ കഴിയില്ല. അത് വലതുപക്ഷ മാധ്യമങ്ങളുടെ കുടലൂത്താണ്, അത് പ്രതിപക്ഷത്തിന്റെ ആയുധമാണ് എന്ന നിലയ്ക്ക് മാത്രം ന്യായീകരിച്ച് പോകുന്നിടത്ത് ഇത്തിരി പിഴച്ചു പോകുന്നുണ്ട് എന്ന് ഞാൻ എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം എന്ന നിലയ്ക്ക് പറഞ്ഞു വെച്ചിട്ട് ഞാൻ മറ്റു അതിഥികളിലേക്ക് പോകുന്നു.